സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അത് ജയിക്കുക. അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? നബിയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താണ് ഇതോന്ത് അവനെ ഇതെന്താണ്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാളുടെ അരികിൽ ഒരാളുടെ അരികിൽ എന്റെ പേര് പറയപ്പെട്ടു, എന്നിട്ട് അവൻ സ്വലാത്ത് ചൊല്ലുന്നില്ല എന്റെ പേരിൽ, എങ്കിൽ അവൻ മുക്തനാണ്, പിശുക്കനാണ്. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാ മുസ്ലിമീങ്ങളായി ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത്. പക്ഷേ റസൂലുള്ളാഹിന്റെ വിരോധികൾക്ക് അത് സഹിക്കൂല. സ്വലാത്ത് ചെല്ലുന്നവരെ കുറിച്ച് അയാൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ചോദ്യം? നിങ്ങൾ ചിന്തിക്കൂ. വേറൊരു മൗലവി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന മൗലവിയോ അല്ലാഹുവിന്റെ റസൂലിനെ പേരിൽ വിശ്വാസികൾ ചെല്ലുന്ന സ്വലാത്തുണ്ട്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുന്ന സ്വലാത്ത്. അതിനെ പരിഹസിച്ചുകൊണ്ട് പറയാ അല്ലാഹുവിന്റെ റസൂല് പാടാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് കൂട്ടല്ലേ? അയാൾ പറയുന്നത് കേട്ടോളൂ. പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂട്ട? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. കേട്ടില്ല നിങ്ങൾ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ പറയുന്നത് ഇത് കൂട്ടാണോ? ഇത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? താബിഈകൾ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് മൂപ്പരന്റെ മറുപടി പറയില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. പദ്യമായിട്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഫിയ ബീവി എന്ന അമ്മായി റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. എത്ര സ്വഹാബികൾ, താബിഈകൾ അവരെല്ലാവരും പഠിപ്പിച്ച കാര്യമാണ്. ചരിത്രം നമുക്കറിയില്ലേ? മദീനയുടെ ഒരു തെരുവോരത്തിൽ നിന്ന്, ഒഴിഞ്ഞ പ്രദേശത്ത് നിന്ന് ചെറ്റക്കുടുങ്ങി ഒരു വെളിച്ചം കാണുന്നു അർദ്ധരാത്രി സമയത്ത്. ആരംഭ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സല്ലല്ലാഹു അലൈഹി മുസ്തഫൗൽ അഖിയാർ ഖദ് കുൻത ഖവാമൻ ബകിയൽ അസ്ഹാർ യാ ലൈത ശുരി വൽ മനായാ തുബാർ ഹൽ തജ്മഉനി വാ ഹബീബി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ്. ആ സ്ത്രീ ഇങ്ങനെ പാടുകയാണ്. ഉമറുൽ ഫാറൂഖ് വീട്ടിന്റെ മുറ്റത്ത് അല്പനേരം ഇങ്ങനെ നിന്നു. فجلس عمر يبكي. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഫഖറഅൽ ബാബ, വാതിൽ മുട്ടിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ആ വാതിൽ തുറക്കണം. ആ സമയത്ത് സഹോദരി പറയുന്നു, മാലി വൽ ഫീ ഹാദിഹി സാഅ, ഈ അസമയത്ത് ഉമർ ഇവിടെ വരാനുള്ള കാരണമെന്ത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ ബർസ അലൈകി ഇഫ്തഹി ബാബകി വലാ ബർസ അലൈകി. ചോദിക്കുന്നു ആ സ്ത്രീയോട്. എന്താ ചോദിക്കുന്നത്? എന്റെ ഉമ്മ, നിങ്ങൾ ഞാൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ, തൗഹീദിന്റെ പരിരക്ഷകരായ ഞാൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് പദ്യമായി ചൊല്ലുകയാണോ? ഇത് കുഫ്റല്ലേ, ശിർക്കല്ലേ, ബിദ്അത്തല്ലേ എന്നായിരുന്നോ ചോദിച്ചിരുന്നത്? ഒരിക്കലുമല്ല. കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റബ്ബി അലയ്യൽ കലിമാത്തില്ലത്തി ഖുൽതു യാ നിഫാ
ഉമ്മ, നിങ്ങൾ ഇപ്പോൾ ആ ചൊല്ലിയ വരികളുണ്ടല്ലോ, അതൊന്നുകൂടി എനിക്ക് കേൾപ്പിക്കുമോ ഉമ്മ? അത് തൗഹീദ് തന്നെയാണ്, അത് സുന്നത്ത് തന്നെയാണ്, അത് പുണ്യകർമ്മം തന്നെയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അപേക്ഷ കേട്ടപ്പോ ആ സഹോദരി വീണ്ടും ചൊല്ലുകയാണ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി മുസ്തഫഉൽ അഖിയാർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഹൽ തജ്മഉനി വാ ഹബീബി അദ്ദാർ എന്ന വരിയെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ, നിങ്ങൾ റസൂലുള്ളാഹിനോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ദുആ ചെയ്യുന്നു, എന്നെ കൂടി അതിലൊന്ന് ഉൾപ്പെടുത്തണേ ഉമ്മ.